ഓം നമ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. മക്കൾ, ഇന്ന് മിസ്സ് ഒരു റീഡിംഗ് പോയമാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേജ് നമ്പർ 79 എടുക്കുക. 79 പേട് അഥവാ മരം അല്ലേ, പേട് എന്നുള്ള ഒരു കവിതയാണ്. ഇത് നന്നായി വായിച്ച് പഠിക്കുക. ഓക്കെ, പേട്. हरा भरा लहराता पेड़, पत्तों के संग गाता पेड़, कभी फूल की गंध लुटाता, कभी फलों को लाता पेड़. Once again, हरा भरा लहराता पेड़, पत्तों के संग गाता पेड़, कभी फूल की गंध लुटाता, कभी फलों को लाता पेड़. മരം അല്ലെങ്കിൽ വൃക്ഷം അല്ലേ, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ കവിതയിൽ പഠിക്കുന്നത്. അപ്പോൾ മരം ഒരു വരമാണ്. നമുക്ക് മരമില്ലാത്ത ഒരു ലോകം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാറ്റിനും നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം തന്നെ വൃക്ഷങ്ങളാണ് അല്ലേ. വെള്ളവും വായുവും പോലെ തന്നെ വൃക്ഷങ്ങളും നമുക്ക് അത്യന്താവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പേട് മരത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. ഹരാഭര ലഹറാത്ത പേട്, നല്ല ഹരാഭര പച്ചപ്പ് നിറയെ ഇലകളൊക്കെയുള്ള കാറ്റിലിങ്ങനെ ഇളകി ആടുന്ന വൃക്ഷം. പത്തോ കെ സംഗ് ഗാത്ത പേട് അല്ലേ, അതിൻ്റെ ഇലകളുടെ കൂടെ പാടി കളിക്കുന്ന വൃക്ഷം. കഭി ഫൂൽ കി ഗന്ധ് ലുട്ടാത്ത, ചിലപ്പോൾ അതിൽ നിറയെ പൂക്കളായിരിക്കും അല്ലേ. ആ മരത്തിൽ നിറയെ പൂക്കളായിരിക്കും, പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന മരം. കഭി ഫലവും കോലാത്ത പേട്, ചിലപ്പോൾ അതിൽ നിറയെ പഴങ്ങളുണ്ടാവും അല്ലേ, ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെയോ നെക്സ്റ്റ് പേജ്. ആയേ കൊയ് പഞ്ചി ഭൂക്ക, ഉസ്കി ഭൂക്ക് മിട്ടാത്ത പേട്, थके पथिक को छाया देकर थकन मिटा मुस्काता पेड़, खड़ा तपस्वी सा तब करता, घर आंगन महकाता पेड़, हरा भरा लहराता पेड़, पत्तों के संग गाता पेड़. എന്താ പറയുന്നത്? ആയേ കൊയ് പഞ്ചി ഭൂഖ, പഞ്ചി എന്ന് വെച്ചാൽ പക്ഷിയാണ്. ആയേ കൊയ് പഞ്ചി ഭൂഖ, ഭൂഖ എന്ന് വെച്ചാൽ എന്താ, ഹംഗ്രി അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷി വിശപ്പോടെ വന്നു കഴിഞ്ഞാൽ ഉസ്കി ഭൂക്ക് മിട്ടാത്ത പേട്, മരം തൻ്റെ പഴം കൊടുത്തും കൊണ്ട് ആ പക്ഷിയുടെ വിശപ്പിനെ അകറ്റും അല്ലേ. ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യർക്കടക്കം എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടുന്നതെല്ലാം പ്രകൃതി മാതാവ് ഒരുക്കിയിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പക്ഷികൾക്ക് ഭക്ഷണത്തിനായിട്ട് മരങ്ങളിൽ പഴങ്ങൾ ഈശ്വരൻ ഉണ്ടാക്കിയെടുക്കുന്നു. അതേപോലെ മനുഷ്യർക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നിട്ടും മനുഷ്യരാണ് അഹങ്കാരികളായി മാറി പ്രകൃതിയെ നശിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല, അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം, മരങ്ങളെയും പ്രകൃതിയെയും ഒക്കെ. ഓക്കെ, ആയേ കൊയ് പഞ്ചി ഭൂക്ക, ഏതെങ്കിലും ഒരു ബേർഡ് പക്ഷി വിശന്ന് വന്നു കഴിഞ്ഞാൽ ഉസ്കി ഭൂക്ക് മിട്ടാത്ത പേട്, അതിൻ്റെ വിശപ്പ് മാറ്റുന്നത് ഈ മരങ്ങളാണ് അല്ലേ. ഥക്കേ പഥിക് കോ ഛായാ ദേക്കർ, പിന്നെയോ പഥിക് എന്ന് പറഞ്ഞാൽ വഴി പോക്കൻ അല്ലെങ്കിൽ യാത്രക്കാരൻ എന്ന് പറയും. ഓക്കെ, ട്രാവലർ, അതാണ് പഥിക്, ട്രാവൽ ചെയ്യുന്ന ആൾ. ഥക്കേ പഥിക്, ഥക്കേ എന്ന് പറഞ്ഞാൽ ടയേർഡാണ്, ബിക്കം ടയേർഡ്, യാത്ര ചെയ്ത് തളർന്ന മനുഷ്യന് ഛായാ ദേക്കർ, എന്താണ് ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ അല്ലെങ്കിൽ തണൽ കൊടുക്കുന്നതാണ് മരം അല്ലേ. റോഡ് സൈഡിനൊക്കെ മരം വെച്ച് പിടിപ്പിക്കുന്നത് തന്നെ നമുക്ക് നിഴൽ അല്ലെങ്കിൽ തണൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് തണലായിട്ടാണ് മരം അവിടെ സുഖം കൊടുക്കുന്നത് അല്ലേ. ഥക്കൻ മിട്ട മുസ്കാത്ത പേട്, അയാളുടെ ക്ഷീണം അകറ്റുന്ന വൃക്ഷം അയാൾക്ക് തണൽ കൊടുത്തതിൽ സന്തോഷിച്ചും കൊണ്ട് പുഞ്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ.
അപ്പോൾ മരം നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഛായ, അതിൻ്റെ തണലിലിരുന്ന് ക്ഷീണം തീർക്കാനും പറ്റും. ഖടാ തപസ്വി സാ തപ് കർത്ത. പിന്നെയോ മരങ്ങൾ തപസ്വിയെപ്പോലെ, ഒരു താപസനെ പോലെ, ഒരു സന്യാസിയെപ്പോലെ ഇങ്ങനെ തപം ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മരങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് അല്ലേ, നമ്മളെപ്പോലെ അങ്ങും ഇങ്ങും നടന്ന് കളിക്കില്ല. ഖടാ തപസ്വി സാ തപ് കർത്ത. തപസ്വിയെപ്പോലെ, ഒരു താപസനെ പോലെ, ഒരു സന്യാസിയെപ്പോലെ തപസ് ചെയ്തും കൊണ്ട് നിൽക്കുന്നു. ഘർ ആങ്കൻ മഹക്കാത്ത പേട്. പക്ഷേ വെറുതെ നിൽക്കുകയല്ല ചെയ്യുന്നത്, അതിൽ പൂക്കളും കായ്കളും അല്ലേ കനികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ ഘർ ആങ്കൻ, വീടും മുറ്റവും ഒക്കെ എന്താ ചെയ്യുന്നത്? മഹക്കാത്ത പേട്, സുഗന്ധപൂരിതമാക്കുന്നു. മഹക്കാന ഫ്രാഗ്രൻസ് ആണ് മഹക്ക്, നല്ല സുഗന്ധം. അപ്പോൾ സുഗന്ധപൂരിതമാക്കുന്നത് ഈ മരമാണ്, അതിൻ്റെ പൂക്കളുടെ ഗന്ധമാണ്. ഹരാഭര ലഹരാത്ത പേട്. അങ്ങനെ പച്ചപ്പ് നിറയെ ഇലകളുള്ള മരം കാറ്റിലിങ്ങനെ ഇളകി ആടിക്കൊണ്ടിരിക്കുന്നു. പത്തോം കെ സംഗ് ഗാത്ത പേട്. അത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇലകളോടൊപ്പം പാട്ട് പാടുന്നതായിട്ട്, മരം പാട്ട് പാടുന്നതായിട്ടാണ് കവി ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല കവിതയാണ്, മക്കൾക്ക് പാടി ചൊല്ലി പഠിക്കാനുള്ളത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് പഠിക്കണ്ട, ചൊല്ലി നോക്കുക. ഓക്കെ, പേട്. हरा भरा लहराता पेड़, पत्तों के संग गाता पेड़, कभी फूल की गंध लुटाता, कभी फलों को लाता पेड़. पिन्नेयो नेक्स्ट पेज. आए कोई पंछी भूखा उसकी भूख मिटाता पेड़, थके पथिक को छाया देकर थकन मिटा मुस्काता पेड़, खड़ा तपस्वी सा तप करता, घर आंगन महकाता पेड़, हरा भरा लहराता पेड़, पत्तों के संग गाता पेड़. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായി വായിച്ച് പഠിക്കുക. ഓക്കെ, ഇനി മക്കൾക്ക് മിസ് ഒരു ചെറിയൊരു ഹോംവർക്ക് തരും. നിങ്ങളുടെ പേജ് നമ്പർ 83 ഉണ്ടല്ലോ, പേജ് നമ്പർ 83യിലുള്ള ശബ്ദ ജാൽ മേ കുച്ച് ഫലോം കെ നാം ചിപ്പേ ഹേ ഉനെ ഡൂണ്ട് കർ ലിഖേ. ആ ശബ്ദജാലത്തിൽ ഒരു താലികയുണ്ട് അല്ലേ, കോളം. ആ കോളത്തിൽ കുറച്ച് പഴങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം, മാച്ച് ചെയ്ത് എഴുതണം, എന്നാലും മാത്രമേ കിട്ടുള്ളൂ. ഉനെ ഡൂണ്ട് കർ ലിഖേ. അപ്പോൾ താഴെ കോളത്തിൽ എത്ര ലൈൻസ് ഉണ്ട്? 8-9 ലൈൻസ് ഉണ്ട്. ആ ലൈൻസിൽ ഓരോ പേരുകൾ, ഓരോ പഴങ്ങളുടെ, ഓരോ ഫ്രൂട്ടിൻ്റെ പേര് ഈ താലികയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, ആം. ആ എന്നും മാ എന്നും ചേർത്ത് ആം എന്നാവും അല്ലേ. ഇനി ആ എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ ആ ഉണ്ട് അല്ലേ, അത് താഴോട്ട് വരുമ്പോൾ അമരൂദ്, പേരയ്ക്ക, അമരൂദ് എന്ന് വരും അല്ലേ. അതേപോലെ മക്കൾ ഈ കോളം കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ, വാട്സപ്പിലല്ല, ഗൂഗിൾ ക്ലാസ് റൂമിൽ. ഓക്കെ, നമഃ ശിവായ.